കൂട്ടുകാരൻ, നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി പഴയ രേവതി വരുമോ? നമ്മുടെ പ്രിയ എത്തുമോ? നമ്മുടെ റെബേക്ക പോകുമോ? കുറെ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇതിനെ പിന്നാലെ ചെമ്പനീർ പോലെ ഇത്രയും നാളായിട്ട് നമ്മുടെ രേവതി മാറിയിട്ടും ഇപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. പ്രേക്ഷകർ പറയുന്നത് നമ്മുടെ റെബേക്കയുടെ ആക്ടിംഗ് ഒക്കെ പൊളിയാണ്, സൂപ്പറാണ്, നമ്മുടെ പ്രിയയെ പോലെ തന്നെയുണ്ട്, പ്രിയയിൽ എന്താ പറയുക അതേപോലെയൊക്കെ തന്നെയുണ്ട്, ഒരു കുറവുമില്ല. പക്ഷേ നമ്മുടെ പ്രിയ എന്താ പറയുക സച്ചിയുമായിട്ട് ഭയങ്കര ചേർച്ചയായിരുന്നു എന്നാണ് പറയുന്നത്, നമ്മുടെ അരുണുമായിട്ട് ഭയങ്കര ചേർച്ചയായിരുന്നു. പക്ഷേ റെബേക്ക നമ്മുടെ സച്ചീനയിലും കുറച്ചെന്തോ എന്താ ചേച്ചിയുടെ ഒരു റോളാണെങ്കിൽ ഓക്കെ, പക്ഷേ ഭാര്യയായിട്ട് ചേർന്ന് പോകുന്നില്ല എന്നുള്ളൊരിക്കലും ഒരു പരാതിയാട്ടോ പ്രേക്ഷകർക്കിടയിൽ മിക്കതും. അപ്പോൾ ശരിയാണ്, ആദ്യം കണ്ടപ്പോൾ എനിക്കും തോന്നി സച്ചിയുമായിട്ട് ഒരു ചർച്ചയും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ പോകെ പോകെ എനിക്ക് കുഴപ്പം തോന്നിയില്ല കേട്ടോ. ഇനി പ്രേക്ഷകർക്ക് പക്ഷേ കുറേ പേർക്കും അത് അങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ പ്രിയ വരണം, പ്രിയ തന്നെ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെമ്പനീർ പൂവ് കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശാഠ്യത്തിലാണ് നമ്മുടെ ചെമ്പനീർ പൂവ് കൂട്ടുകാരട്ടോ. അപ്പം ഇനി പ്രിയ വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ റെബേക്ക ഈ ഒരു കമൻ്റൊക്കെ വായിച്ചാൽ നമ്മുടെ റെബേക്ക ഒരിക്കലും നമ്മുടെ ചെമ്പനീർ പൂവിൽ നിൽക്കില്ല. അതുമാതിരി കമൻറ്റുകളാണ് നമ്മുടെ റെബേക്കയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റെബേക്ക ഇതിനെതിരെയൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇനി പ്രതികരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കണ്ടില്ല എന്നൊക്കെ വെച്ച് നടിച്ച് ഈ ആ ഒരു എന്താ പറയുക അഭിനയം കൊണ്ട് മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ട്. ഇനി പ്രേക്ഷകരുടെ അഭ്യർത്ഥന ഇങ്ങനെ കൂടിക്കൂടി നമ്മുടെ പ്രിയയെ തന്നെ നമ്മുടെ ചെമ്പനീർ പൂ പ്രൊഡ്യൂസർ തിരികെ കൊണ്ടുവരുമോ എന്നും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.